prevent to acne, പിന്നെ prevent to aging. Hello guys, welcome back to another video. എൻ്റെ പേര് അൽഫിയ വ്ലോഗ് വിത്ത് അൽഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രേറ്റിംഗ് മാസ്ക് ആണ്. നമുക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം വെച്ചുള്ള ഒരു കിടിലം മാസ്ക് ആണ്. ഇതാണ് ചോക്ലേറ്റ് മാസ്ക്. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കല്ല ഇഷ്ടമില്ലാത്ത, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിന്ന് സ്കിന്നിൽ ട്രൈ ചെയ്യാൻ പോകുന്ന ചോക്ലേറ്റ് മാസ്ക് ആണ്. ഇതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഗ്ലോ നൽകുക എന്നതല്ല, അതിലുപരി നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഹൈഡ്രേഷൻ, അതുപോലെ തന്നെ നല്ല ഡീപ്പ് മോയ്സ്ചറൈസേഷൻ, അതുപോലെ ആക്നി, പ്രിവെൻറ്റ് ടു ആക്നി, പിന്നെ പ്രിവെൻറ്റ് ടു ഏജിങ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, കാരണം നല്ല സ്മെല്ലൊക്കെയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, എനിക്കറിയില്ല എന്താ ചോക്ലേറ്റിനെ പറ്റി പറഞ്ഞു തരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേസിന് നന്നായിട്ട് ഹൈഡ്രേഷൻ തരും. അതായത് നല്ല ഹൈഡ്രേഷൻ, ഡീപ്പ് ഹൈഡ്രേഷൻ, അതുപോലെ തന്നെയാണ് മോയ്സ്ചറൈസർ. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. ഒരു ഡ്രൈ സ്കിന്നിനെ അപേക്ഷിച്ച് ഏറ്റവും വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസേഷൻ ആയിരിക്കും അല്ലേ. അപ്പം അതാണ് ഈ ചോക്ലേറ്റ് മാസ്കിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതിപ്പോൾ നിങ്ങളുടെ ഓയിലി ആയിക്കോട്ടെ, ഡ്രൈ ആയിക്കോട്ടെ, കോമ്പിനേഷൻ ഏത് സ്കിന്നായിക്കോട്ടെ, ഇതിന് നന്നായിട്ട് നിങ്ങളുടെ സ്കിന്നിനെ മോയ്സ്ചറൈസേഷൻ നൽകും. അതുപോലെ തന്നെ ഏജിങ് പ്രോബ്ലം, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും ഏജിങ് പ്രോബ്ലം. ആ ഏജിങ് പ്രോബ്ലത്തെ പ്രിവെൻറ്റ് ചെയ്യുക, അതായത് നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോകാനും അല്ലെങ്കിൽ റിങ്കിൾസ് അടിക്കാനും ചുളിവുകൾ വീഴാനും വളരെ ചാൻസ് കൂടുതലാണ് ഒന്നും ചെയ്യാണ്ട് വന്നിട്ടുണ്ട്. ചിലവരുടെ ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ സ്കിന്ന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെയാണ്, വെറുതെയാണ്. ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ ഒരു പോക്കനുസരിച്ചും നമ്മുടെ ഫുഡുകളുടെയും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും വെച്ച് നമുക്ക് പെട്ടെന്ന് ഏജ് നമുക്ക് നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടും. അതായത് ഡീപ്പായിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ, അതുപോലെ തന്നെ ലുക്സ് ലൈക്ക് ഫ്രഷ് ആയിരിക്കും, നല്ലൊരു ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള ഡസ്റ്റും കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ സ്കിന്നിനെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ് ടു ആക്നിയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ആക്നി മാർക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ആക്നീസ് വരാണ്ടിരിക്കാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളിൽ അല്ലെങ്കിൽ സെൽസിലൊക്കെ ഉണ്ടാകുന്ന ബാക്ടീരിയകളെ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ആക്നീസിനെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെയുള്ളൊരു കാര്യമാണ്, അപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഇതിനകത്ത് കുറേ ഫേസ് മാസ്കുകളും കാര്യങ്ങളും എൻ്റെ ഈ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിനകത്ത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യുന്നതിനകത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു എനിക്കൊരു മാറ്റവും സംഭവിച്ചില്ല അങ്ങനെ പറയരുത്. ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അതായത് വീക്ക്ലി വൺസ് ആയിട്ടോ അല്ലെങ്കിൽ വീക്ക്ലി ടോയ്സ് അതിൽ കൂടുതലൊന്നും ഉപയോഗിക്കുക വേണ്ട കേട്ടോ. നിങ്ങളുടെ ഇഷ്ട സമയം അനുസരിച്ച്, എന്നാൽ പോലും 2 ദിവസം ഗ്യാപ്പ് ഇട്ട് വേണം ഒരു ഫേസ് മാസ്ക് ആണെങ്കിലും ഹെയർ മാസ്ക് ഒക്കെ ആണെങ്കിലും ഉപയോഗിക്കാനായിട്ട്. അപ്പം ഇത് കണ്ടിന്യൂ ചെയ്യണം. കാരണം ഒരു 2 വീക്കായിട്ടും അല്ലെങ്കിൽ ഒരു 1 മന്തൊക്കെ ആയിട്ട്, അപ്പോഴാണ് നമ്മുടെ മുഖത്താണെങ്കിലും ഹെയറിനൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അല്ലാതെ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് എനിക്കൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാര്യമില്ല. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിരിക്കണം. വലിയ ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഞാൻ. എന്തൊക്കെയാണ് എടുത്തേക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. അപ്പം എങ്ങനെയാണ് നോക്കാമല്ലോ. ഒരു ബൗൾ എടുക്കുക, അതിനകത്തൊരു കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സാൻഡൽവുഡ് പൗഡറും കൂടി ഞാൻ ആഡ് ചെയ്യാണ് 1 ടേബിൾ സ്പൂൺ. വിൻ്റർ ടൈം ആയതുകൊണ്ടാണ് അതെടുത്തേക്കുന്നത്, മുഖത്തിൻ്റെ ഒരു മോയ്സ്ചറൈസിന് വേണ്ടി. അതിനോടൊപ്പം തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ 2 പൊട്ടിച്ചിടുക, മുഖത്തെ മാർക്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ 3 ടേബിൾ സ്പൂൺ ഓഫ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ളൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്തിടുക. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ